ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പച്ചരി കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അപ്പമാണ് തയ്യാറാക്കുന്നത്. ഈ അപ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെയോ ചമ്മന്തിയുടെയോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ തന്നെ മാവ് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് അപ്പമുണ്ടാക്കി തുടങ്ങാം. പുളിപ്പിക്കാൻ വെക്കേണ്ട ഒട്ടും ആവശ്യമില്ല. തിരക്കുള്ള സമയത്ത് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഈ നാടൻ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു ഗ്ലാസ് പച്ചരി ചേർത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 പേർക്കോ 4 പേർക്കോ കഴിക്കാൻ പറ്റുന്ന അപ്പം ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂറോളം നമുക്ക് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ നമ്മുടെ അരി ഇതാ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മുഴുവനായിട്ട് ചേർത്തി കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്തി കൊടുക്കാം. നമുക്ക് അരിയുടെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ തരിയൊന്നും ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കണം. ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതാ നന്നായിട്ട് നമ്മൾ ലൂസ് രൂപത്തിലായിരിക്കട്ടെ നമ്മുടെ മാവ് അരഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ ഇതാ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ. കുറച്ചും കൂടി ലൂസ് രൂപത്തിലാവണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായി ചുവറ്റി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ മാവ് വരേണ്ടത് ലാസ്റ്റ്. അപ്പോൾ ഇത്രത്തോളം ആകുന്നത് വരെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ലൂസ് രൂപത്തിലാക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. അതുപോലെ നമുക്ക് ഈ മാവിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒരു 6-7 അല്ലി നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അത് ചെറുതായി നമുക്ക് കനം കുറച്ച് കട്ടാക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂടുതൽ നേരം ഒരു 3/4 ഭാഗത്തോളം നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ അപ്പത്തിലോട്ട് നമുക്കിത് വീണ്ടും നമ്മൾ ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ചൂടായ ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നീർദോശയൊക്കെ ചുട്ടെടുക്കൂല അതുപോലെ തന്നെ കേട്ടോ ഇതും ചുട്ടെടുക്കേണ്ടത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം മറിച്ചിട്ട് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അത്രയും നൈസായ നമ്മളെ അപ്പാണല്ലോ. അപ്പം നമുക്കിതാ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതാ അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഓരോ തവിയും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ ഉള്ളൂ നമ്മുടെ ആ ജീരകവും ഉള്ളിയും തേങ്ങയൊക്കെ നമ്മുടെ അപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുള്ളൂ. ഇത് ചുട്ടെടുക്കുമ്പോൾ തന്നെ ആ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഫ്ലേവർ തന്നെയാണ് ഈ അപ്പത്തിൻ്റെ ഹൈലൈറ്റ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആ ഒരു നാടൻ രുചി ഒത്തിരി ഇഷ്ടപ്പെടും. ഓരോ അപ്പം ചുട്ടെടുക്കാൻ നമുക്ക് ഇതാ കൂടുതൽ ടൈമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. നൈസ് നമ്മൾ കനം കുറഞ്ഞ അപ്പമായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല ചൂടിൽ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി ബെറ്റർ നമ്മുടെ ഈ അപ്പം. അപ്പം നമ്മുടെ എല്ലാ അപ്പവും ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. രുചികരമായ പച്ചരി അപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ കുറേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുവെക്കുക. അതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് അടിപൊളിയായിട്ട് ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.